ഇത് ഞങ്ങൾ മുമ്പൊരിക്കുക ഷോർട്സ് വീഡിയോ ഈ ആളിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പിയാണ്. അപ്പോൾ അവൻ്റെ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ വീഡിയോ വീണ്ടും ഇടണേന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വീണ്ടും വന്ന ഒരാവശ്യത്തിന് അപ്പോഴും കണ്ട അവൻ്റെ വീഡിയോ വീണ്ടും എടുക്കാമെന്ന് കരുതി. ഒരു ലോങ് വീഡിയോ തന്നെ ആക്കാമെന്ന് കരുതി. ചാടി ചാടി നിൽക്കുക ആൾ. ബീഗിൾ ഇനത്തിൽപ്പെട്ടതാണ്. 7 മാസം പ്രായയുടെ 7 മാസം പ്രായമായിട്ടുള്ള അവന് ഭയങ്കര കുരുത്തക്കേട്. അവനെ കുരുത്തക്കേട് മാത്രം സഹിക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. നിന്റെ ടയറിലാണ് കളിക്കുന്നത്. അവന് കിടക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് കടയിൽ നിന്ന് ഒരു ടയർ കൊടുത്തു വിട്ടതാ. അതിനകത്ത് ഇപ്പൊ അവൻ കിടക്കൂല, പകരം അവൻ കളിക്കുക ചെയ്യുന്നത്. പേര് ലൂഫി. ഒരാൾ പേര് തെറ്റിച്ചാ പറഞ്ഞ ലൂഫി. ലൂഫി ലൂഫി നിന്റെ വീഡിയോ എല്ലാവരും ഇടണേന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഇടുന്നത് കേട്ടാ. ഭയങ്കര കുരുത്തക്കേടാള്. ഇന്ന് ആളിന് വയ്യായിരുന്നു. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം മരുന്ന് കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയി, ആക്റ്റീവായി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ഷേഖനോട് അറിയാല്ലേ, കമാൻഡൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയാണ് പഠിപ്പിച്ചല്ലേ കുഞ്ഞാവേ. നിന്നെ ഷേഖൻ പഠിപ്പിച്ച ആര്? നിന്റെ മമ്മിയാണോ? പല്ലൊക്കെ കാണട്ടെ. ഇത് ആരെ ചെവി? ആരെ ചെവിയാ? ഇന്ത്യ ചെവി ഇന്ത്യയിലാണ്ടേ. കളക്കട്ടെ കളക്കട്ടെ. ചിരിക്കി ചിരിക്കി ചിരിക്കി. അയ്യോ കുഞ്ഞാവ കമാൻഡൊക്കെ ചീറ്റി. ഒന്നും ചെയ്ത് അവരിങ്ങനെ എടുക്കത്തോടെ കൈ പൊക്കി വെച്ചിരിക്കളൊക്കെ. വാ ലൂബി വാ കളിക്കാം. അണ്ണ സൗണ്ട് വെച്ചില്ലേ? അണ്ണ എന്തോ കാർ കിച്ചന് സൗണ്ട് കേട്ടപ്പോഴത്തെ ചാടി എണീറ്റ്. ഞാൻ ലൂഫക്ക ഞാൻ ലൂഫ് പേര് മാറ്റി കിടക്കിയ ശേഖരന്റെ. മാന്ത് അവന്റെ ഫുൾ എനർജി രാവിലെ തൊട്ട് അടയും കിടന്നതിന്റെ എനർജി എല്ലാം തീർക്കുക. ചാട് ചാട്. ചാറ പട്ടിക്കുട്ടി ഇവിടെ ചോറ പട്ടിക്കുട്ടി. ഓ നമ്മളെയൊന്നും മൈൻഡല്ല. 7 മാസമേ ഉള്ളല്ലേ? ഇത് കുറച്ചുകൂടെ ഒക്കെ വളരത്തുള്ളൂ അല്ലേ? ഇച്ചിരി കൂടെ വളർച്ച. 8 മാസം 8 മാസമാവും. ഇവൻ ഇന്ന് രാവിലെ വയ്യാതായപ്പോഴത്തേക്ക് ഇവന്റെ മമ്മി ജി ഭയങ്കരമായിട്ട് വിഷമത്തിലായിരുന്നു. ഫുഡൊന്നും കഴിക്കാഞ്ഞ് ടെൻഷൻ. ഇച്ചിരി മോശമായിരിക്കാൻ തോന്നുന്നു. കണ്ടാ അവനൊരു സ്നേഹമുള്ള മമ്മിയാ. ഇന്ന് ഫുഡ് കഴിക്കാതെ മമ്മിക്ക് വിഷമത്തിലായിരുന്നു. മമ്മി ജോലി സ്ഥലത്ത് പോയിട്ട് അവിടെ പോലും സമാധാനം ഇല്ലായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. മമ്മിയെ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാ മമ്മിയെ കാണിക്കാത്ത കേട്ടാ. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരരുത്. ഇതാണ് അവന്റെ ചേട്ടൻ. ചേട്ടന് പിന്നെ കുഴപ്പമില്ല. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടവേ ഇങ്ങോട്ട് വാടാ. നടക്ക് പിച്ച പിച്ച. എങ്ങോട്ട് ഓടണ്? രാവിലെ കിടന്നതിന്റെ എനർജിയൊക്കെ തീർക്കുമെന്ന് തോന്നുന്നു. അതെല്ലാം നിൽക്കുകയല്ല, അതൊക്കെ ഇപ്പൊ വേസ്റ്റ് ചെയ്യണ്ടേ എനർജി എല്ലാം. മിടുക്കനാണല്ലേ, അടിപൊളി. സജിതേ നിന്റെ കാർപ്പറ്റൊക്കെ ഇതാ തിന്നു തുടങ്ങി. ഇതാരിത്? ലൂഫിയാ? എന്തോ മോനെ ഇത്? കഴിഞ്ഞ ഓട്ടോ ചോട്ടോ കഴിഞ്ഞ തളന്നെന്ന് തോന്നുന്നു. അണ്ണ ബാക്കിൽ വന്നു വിളിക്കുന്നുണ്ട്. ലൂഫി കൂക്കു ലൂഫി കൂക്കു 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 കൂക്കു. ഓടി വാ. ഒന്ന് ചാടി നിന്നേ, ഒന്ന് ചാടി നിന്നേ, ഒന്ന് ചാടി നിന്നേ, ഒന്ന് ചാടി. നമ്മളെ ജാക്കിയുടെ കാല് ഇവന്റെ കാലിന്റെ അവിടെ. ആ സീറ്റ് ലൂഫി സീറ്റ്. നിന്റെ മമ്മി നാളെ കിടുവാ. നീ കമാൻഡ് ഒന്നും അനുസരിക്കുന്നില്ല.
കുഴപ്പമില്ല. ഇതേ എന്റെ ഫ്രണ്ടാണ് സജിത. അപ്പൊ അവൾക്ക് ആദ്യം ഡോഗ്സിനെ ഭയങ്കര പേടിയായിരുന്നു, വീട്ടിൽ വളർത്താൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ അവളുടെ മോന് ഒരു പപ്പിയെ വേണോന്ന് പറഞ്ഞതുകൊണ്ട് അവന്റെ നിർബന്ധത്തിൽ കൊണ്ടുവന്നാണ്. ഇന്ത്യ എവിടെ പോയി ആ സാധനം, നാട്ടെ ഈ സാധനത്തിന് അവന്റെ നിർബന്ധത്തിൽ കൊണ്ടുവന്നാണ് ഇവന്. ഇപ്പം അവന്റെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് അവന്റെ അമ്മയാണ്. അവനെ വേണ്ട പട്ടിയെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ അതിന്റെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത്. എന്താ കഴിക്കുന്നേ? ഇപ്പൊ അവനൊന്ന് വയ്യാതായ അവന്റെ മമ്മിക്ക് സഹിക്കത്തില്ല. എന്റെ ഷാളെങ്ങാനും തൊട്ട ഇന്നെ ശരിയാക്കും. ഇവിടെടാ പോയി. ഇപ്പൊ അതാണ് അവസ്ഥ. കാരണം ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതെവിടെ ഇരിക്കണ അങ്ങോട്ട് പോയടാ. ഇത് അതിന്റെ പേരുണ്ട് അങ്ങനെ എടാ വാഴ വെളിയില്. അപ്പൊ അതാണ് ഇവരെ നമ്മൾ ഒരിക്കൽ സ്നേഹിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരുടെ സ്നേഹം വേണ്ടെന്ന് വെക്കാൻ തോന്നില്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു വയ്യായി വന്നാലും പിന്നെ നമ്മളെ മനസ്സ് അതുപോലെ വിഷമിക്കും. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം കണ്ടുള്ള പരിചയമാണ്. അവന്റെ സ്നേഹം കണ്ട ഇനിയിപ്പൊ കൂടെ വരാൻ നിൽക്കും. വേണ്ട, വീട്ടിലെണ്ണം കൂടി 8 പേരായി. രാവിലെ ഞാൻ അപ്പൊ വാലാട്ടിയാണ് അവന്റെ മമ്മിക്ക് രാവിലെ ജോലിക്ക് പോകുമ്പോ ടാറ്റ കൊടുക്കുന്നത്. വെളിയിൽ പോണോ മക്കൾക്ക്? മതില് കടിയാ മതി. പോകത്തില്ലല്ലേ? ഞാൻ തുറന്നിട്ട് അപ്പുറത്തോട്ട് വേസ്റ്റ് കളയാൻ പോകുന്നു. അന്നേരം ഇവിടെ ഞാൻ നിന്ന് നോക്കത്തേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങത്തില്ലല്ലേ? എന്നാലും ശ്രദ്ധിച്ചോളൂ. അണ്ണൻ വെളിയിൽ ഇറങ്ങി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അണ്ണൻ പോട്ടാ പോട്ടാ കള്ള അല്ല ഇപ്പം 1200 രൂപ എന്തൊക്കെയോ പണി എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ടാറ്റാ, ഞങ്ങള് പോട്ടോ പോട്ടോ. ഇനി വരാം ഒരു ദിവസം. ബേബിയെ കാണാൻ ഇനി വരാം ഒരു ദിവസം. ടാറ്റാ ബൈ ബൈ പറഞ്ഞേ. ഈ വാലാട്ടി വൈ പറഞ്ഞാ മതി. വൈ പറഞ്ഞ ഇരുട്ടത്തോട്ട് പോയവൻ. പിന്നെ പോട്ടെ ഞങ്ങള്. അത് ഓട്ടിക്കാതെ വെച്ചിരുന്നപ്പോഴാ ബൈ 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 ബൈ. എനിക്ക് പേടിയാവുന്നു. അങ്ങനെ പിന്നെ അണ്ണൻ്റെ കൊണ്ടുതന്നത്. അന്നോട്ടേ അവനെ അവിടെ വെളിയിൽ അണ്ണന്റെ അടുത്ത് അണ്ണൻ അങ്ങ് വെളിയിൽ ഇറങ്ങി. അണ്ണന്റെ അടുത്ത് വരാൻ വേണ്ടി അതിലേക്ക് പരത്തി പോകുന്നു. അവിടെ എന്തോടെ അവിടെയാണ് അവന്റെ ക്ലോസറ്റ്, അവന്റെ ടോയ്ലറ്റ് അവിടെയാണ്. 1-നും 2-നും ഒക്കെ പോകുന്നത് അവിടെയാണ്. അപ്പൊ അതൊക്കെ നടക്കട്ടെ, ഞങ്ങള് പോന്നു. ലൂഫി ലൂഫി ബൈ. ടാറ്റ 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 ടാറ്റ. അയ്യോ